പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പൂഞ്ഞാർ ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്നത് കണ്ടു നമ്മുടെ MLA. എന്നാ പാലിയേറ്റീവ് കെയർ പറഞ്ഞ വളരെ നന്നായി, പക്ഷെ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു. ആ ആശുപത്രി 2 മണിയാകുമ്പോൾ കൂട്ടിക്കെട്ടുക, ഒരു 2-3 ഡോക്ടർമാരെ വെക്കുന്ന കാര്യം അത് കുളത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ്. ഞാനത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, MLA ഇരുത്തിക്കൊണ്ട് അവമാനിക്കുന്നതായിട്ടും തെറ്റിദ്ധരിക്കണ്ട. ഇന്നലെ മനോരമ പത്രത്തിലൊരു പടം ഞാൻ കണ്ടു. നമ്മുടെ MLAയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിൽക്കുക, അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ? മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം, പഞ്ചായത്ത് വെച്ചോളാം, അതിനകത്ത് അനുവാദം തരണമെന്ന് പറഞ്ഞ് ഒരു മെമ്മോറാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ ഒത്തിരിയുണ്ട്. അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ്. എനിക്ക് സൗകര്യമുള്ള ഞാൻ പറയുന്നത്, അവരെ ഉള്ള തസ്തികയേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാങ്ഷൻ വേണം. അതിനാണ് നിവേദനം കൊടുത്തത്. അത് വിമർശിക്കാൻ നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം. ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം, ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ. എല്ലായിടത്തും വർത്താനം പറയുന്നത് ഇവിടെ വേദി ഉണ്ടാക്കാം. എനിക്ക് ആവശ്യമുണ്ട്. പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി 2 ഡോക്ടർമാരെ കിട്ടിയപ്പോഴാന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അത് തന്നോടുള്ളത് പിന്നെ വേറെ ആരോടാ പറയുന്നത്? അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് വേണം ചെയ്യാൻ. വേദി ഇതല്ലല്ലോ, അത് പറയാനുള്ള വേദി ഇതല്ലല്ലോ. 7 ഡോക്ടർമാരുണ്ടായിരുന്നു. ഇത് ആശുപത്രി ഉദ്ഘാടനം ഇങ്ങനെ പാലിയേറ്റീവിന്റെ കാര്യം പറയാനോ? അത് പറയാൻ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA നേരിട്ട് പരിചയമുണ്ടെങ്കിൽ എൻ്റെ, അതായത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള വിഷ്ണു എന്ന് പറഞ്ഞ ഒരു സഖാവിൻ്റെ ഒരു 100 ചുവപ്പൻ, 100 അല്ല 1000 ചുവപ്പൻ അഭിവാദ്യം ഒന്ന് അറിയിക്കണം. ഇത് മനസ്സ് തട്ടിയിട്ടുള്ള സാധനമാണ്, പറ്റുമെങ്കിലൊന്ന് അറിയിക്കണം. ഏതാ PC ജോർജിനെ കൊല വിളിക്കുന്ന സ്റ്റേജിൽ നിന്ന് കണ്ടിട്ടില്ല? നമ്മളെല്ലാം രോമം ഇങ്ങനെ എണീച്ച് നിന്നിട്ട്. ഏതാ MLA പവർ തീ